ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെണ്ടക്കയും തക്കാളിയും വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ഒരു ഒഴിച്ചുകറിയാണ്. വളരെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു 10-12 വെണ്ടക്ക എടുത്തിട്ടുണ്ട്, 2 പഴുത്ത തക്കാളി, അരമുറി നാളികേരം ചിരവിയത്, അതായത് നാളികേരത്തിൻ്റെ പകുതി, ഒരു 10-12 ചുവന്നുള്ളി, ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള വാളംപുളി, അത് നമ്മൾക്ക് വെള്ളമൊഴിച്ച് കുതിർത്ത് വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നാളികേരം ചിരവിയത് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂണിൻ്റെ അളവിൽ കുരുമുളകും ഒരു 1/4 സ്പൂണ് ചെറിയ ജീരകവും ചേർത്ത് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മളിത് വറുത്തെടുക്കുകയല്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നതാണ്. പഴയ കാലത്തൊക്കെ അമ്മമാർ ചെയ്യുന്ന ഒരു പെട്ടെന്നുണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്ത് ആ കറിക്ക് നല്ല രുചിയും കിട്ടും, നല്ല നിറവും കിട്ടും. വറുത്തരച്ച കറിയല്ല, ജസ്റ്റ് ചൂടാക്കി എടുക്കുന്ന. ഇത്രയും മതി. ഒരു 1-1.5 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അല്പം വെള്ളം ഒഴിച്ചാൽ മതി. അപ്പോൾ കുരുമുളകും ജീരകവും എന്തായാലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതേ ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ വെണ്ട ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതേമാതിരി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചുവന്നുള്ളി കൂടി ഇട്ട് ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട. ആ വെണ്ടൻ്റെ പശയൊക്കെ ഒന്ന് വറ്റി ഒന്ന് നല്ല ഒരു രുചി വരാനായിട്ടാണ്. ഇത് നമ്മൾ ഒരു 1-1.5 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതേമാതിരി ആയാൽ മതി. ഇനി അതിലേക്ക് കട്ട് ചെയ്ത തക്കാളി, ഇതേപോലെ വലിപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്ന തക്കാളി, അതുകൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തക്കാളി ഇട്ടതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തു. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗം ഇങ്ങനെ ആക്കിയതിന് ശേഷം അതിലേക്ക് 2 പച്ചമുളക് കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്തു. 1/2 സ്പൂണ് മല്ലിപ്പൊടി, അത്രയും മതി. അതൊന്ന് ആ ചൂടുള്ള പാത്രത്തിൽ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് ജസ്റ്റ് മാറി കിട്ടിക്കോളും. ഇനി അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫ്രൈ പാനിൽ നിന്ന് ഈ കറി ഞാൻ മാറ്റുകയാണ്. വെള്ളം കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്, കാരണം നമ്മൾ പുളി ഒഴിക്കാൻ പോകുന്നതാണ്. അതുകൊണ്ട് നോൺ സ്റ്റിക്ക് പാൻ വേണ്ടാന്ന് വെച്ചു. ഞാൻ ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഈ കറി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. കറിക്ക് ആവശ്യമായ ഒരു 1/4 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, പിന്നെ നമ്മൾ ആ പുളി പിഴിഞ്ഞ വെള്ളവും കൂടി ചേർക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുളി പിഴിഞ്ഞ വെള്ളം ചേർക്കുന്നതുകൊണ്ടാണ് ഞാനത് സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റിയത്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അധികം സമയമൊന്നും വേവേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരത്തെ ഒന്ന് വഴറ്റിയത് കൊണ്ട് തന്നെ. പിന്നെ വെണ്ടയും തക്കാളിയൊക്കെ ആണല്ലോ, പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ചുവന്നുള്ളി അതേപടി ഇരിക്കുന്നത് കണ്ടില്ലേ, വെന്തിട്ടുണ്ട്. അത് കഴിക്കാൻ നല്ല രുചിയാണ്. അപ്പോൾ വെണ്ട അല്ലാതെ ശരിക്കും വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾക്ക് തേങ്ങ അരച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അടിപൊളി ഒരു ഒഴിച്ചുകറി തന്നെയാണ്. വെണ്ടയും തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കഷ്ണങ്ങളൊന്നും അധികം ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ട് കഴിച്ചോളും. അപ്പോൾ ആ കറിക്ക് പാകത്തിനുള്ള കുറച്ചുകൂടി വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ടെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഇതേപോലെയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അത് തിളപ്പിച്ച് നന്നായിട്ട് വരുന്ന സമയത്ത് കുറുകി വന്നോളും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് കുറുകേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾക്ക് ഒഴിച്ചു കറിയാണല്ലോ. അപ്പോൾ പോരാത്ത ഉപ്പ് ഞാനിപ്പോൾ അല്പം ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ വെണ്ടക്ക തക്കാളി കറി ഇവിടെ റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇപ്പം ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി. ഇനി നമ്മൾക്ക് വേണ്ടത് അതിലേക്കൊരു വറവാണ്. അപ്പോൾ ആ കറിൻ്റെ മേലെ തന്നെ ഞാനൊരു 2 തണ്ട് കറിവേപ്പില അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 1/4 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു 1/4 സ്പൂണ് ഉലുവയും ചേർത്ത് കൊടുക്കുക. അത്ര തന്നെ കടുകും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 4 വറ്റൽമുളക് പൊട്ടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂപ്പായി വരുമ്പോൾ ഒരല്പം മുളക് പൊടി ഒരു കളറിന് വേണ്ടി അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ മൂടി വെക്കുക.
ഒരു 5 മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോൾ വറവിട്ട് കഴിഞ്ഞാൽ നമ്മളൊന്ന് മൂടി വെക്കണം. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ അടിപൊളി ഒഴിച്ച് കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഉണ്ടല്ലോ, ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ല കുറുകിയ മാതിരി തന്നെ ഇരിക്കണം. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കാൻ മറക്കല്ലേ. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഒഴിച്ച് കറി ഉണ്ടെങ്കിൽ സൂപ്പറാണ്. കൂടെ തന്നെ ഒരു ഓംലേറ്റും കൂടി ഉണ്ടെങ്കിൽ അതിലും ഭംഗിയായി. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്